സ്റ്റുഡൻസ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ സ്റ്റെമിനെ കുറിച്ച് പഠിച്ചു, പിന്നെ സ്റ്റെമിൻ്റെ പാർട്സ് പഠിച്ചു, അതുപോലെ ആന്തറിൻ്റെ സ്ട്രക്ചർ പഠിച്ചു, മൈക്രോസ്പ്രാഞ്ചിയത്തിൻ്റെ ഡിഫറെൻറ്റ് വാൾ ലേയേഴ്സ് പഠിച്ചു. അതുപോലെ ലാസ്റ്റ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഇറ്റ് ഇസ് അബൌട്ട് മൈക്രോസ്പോറോജെനസിസ്. എന്താ മൈക്രോസ്പോറോജെനസിസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇസ് ദ ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് അല്ലെങ്കിൽ പൊള്ളൻ ഗ്രെയിൻസ് ഫ്രം പൊള്ളൻ മദർ സെൽ അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെൽ അല്ലേ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊള്ളൻ ഗ്രെയിൻസിനെ കുറിച്ചിട്ടാണ്. പൊള്ളൻ ഗ്രെയിൻസിൻ്റെ സ്ട്രക്ചറും അതുപോലെ പൊള്ളൻ ഗ്രെയിൻസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കറിയാം, പൊള്ളൻ ഗ്രെയിൻ എന്ന് പറയുമ്പോൾ അതിന് പറയുന്ന ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മെയിൽ ഗമീറ്റോഫൈറ്റ് ഓഫ് ആൻജിയോസ്പേം. പൊള്ളൻ ഗ്രെയിൻസ് എന്താണ്? ദേ ആർ നോൺ ആസ് മെയിൽ ഗമീറ്റോഫൈറ്റ് ഓഫ് ആൻജിയോസ്പേംസ്. ഇനി ഒരു പൊള്ളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്ഫെറിക്കലാണ്. പൊള്ളൻ ഗ്രെയിൻ്റെ ഷേപ്പ് എന്താണ്? സ്ഫെറിക്കലാണ്. ഈ പൊള്ളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറയുമ്പോൾ പൊള്ളൻ ഗ്രെയിന് അകത്ത് എന്തുണ്ടാവും? സൈറ്റോപ്ലാസം ഉണ്ടാവും. സൈറ്റോപ്ലാസത്തിൽ ന്യൂക്ലിയസ് ഉണ്ടാവും. സൈറ്റോപ്ലാസത്തിനെ കവർ ചെയ്തിട്ട് എന്തുണ്ടാവും? പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാവും. ഈ പ്ലാസ്മ മെംബ്രെയിന് പുറത്തായിട്ട് പൊള്ളൻ ഗ്രെയിനിന് 2 വോൾ ലേയേഴ്സ് ഉണ്ടാവും. 2 വോൾ ലേയേഴ്സ്. അപ്പോൾ ആ 2 വോൾ ലേയേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും പുറമേ കാണുന്ന വോൾ ലെയർ എന്ന് പറയുന്ന പേരാണ് എക്സൈൻ. എക്സൈനകത്തായിട്ട് കാണുന്ന വോൾ ലെയർ എന്ന് പറയുന്ന പേരാണ് ഇത് ഇൻറ്റൈൻ. അപ്പോൾ 2 വോൾ ലേയേഴ്സ്, ഔട്ടർ ലെയർ എക്സൈനും ഇന്നർ ലെയർ ഇൻറ്റൈനും. ഇനി ഈ ഔട്ടർ ലെയർ ആയിട്ടുള്ള എക്സൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ മെറ്റീരിയൽ നോൺ ആസ് സ്പോറോപൊള്ളനിൻ. സ്പോറോപൊള്ളനിൻ. ഈ സ്പോറോപൊള്ളനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹൈലി റെസിസ്റ്റൻറ്റ് ഓർഗാനിക് മെറ്റീരിയലാണ്. ഹൈലി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയലാണ് എന്ത്? സ്പോറോപൊള്ളനിൻ. എന്തിനൊക്കെയാണ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളത്? ഇറ്റ് ഈസ് റെസിസ്റ്റൻറ്റ് ടു ഹൈ ടെമ്പറേച്ചർ, it is resistant to strong acids and alkali, and it can prevent the attack of enzymes. അല്ലെങ്കിൽ എൻസൈം ആക്ടിവിറ്റി പ്രിവെൻറ്റ് ചെയ്യുമെന്ന് ഈ സ്പോറോപൊള്ളനിൻ. ഇങ്ങനെയൊക്കെയുള്ള ഈ സ്പോറോപൊള്ളനിൻ കൊണ്ടാണ് എക്സൈൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പൊള്ളൻ ഗ്രെയിൻസ് ഫോസിൽസ് ആയിട്ട് പ്രിസർവ് ചെയ്യാനുള്ള പോസിബിലിറ്റി എന്താണ്? വളരെ കൂടുതലാണ്. ഇനി എക്സൈൻ വാൾ എന്ന് പറയുന്നത് എന്തല്ല? അതൊരു കണ്ടിന്യൂസ് ലെയർ അല്ല. അതിൻ്റെ ഇടയിൽ എന്തുണ്ടാവും? ഇൻ്ററപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എക്സൈനിൽ കാണുന്ന ആ ഇൻ്ററപ്ഷൻസിന് പറയുന്ന പേരാണിത് ജേം പോർ. ജേം പോർ. ഈ ജേം പോറിലൂടെയാണ് പൊള്ളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ ഗ്രോ ചെയ്യുമ്പോൾ പൊള്ളൻ ട്യൂബ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ജേം പോറിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഫോർ ദ ഫോർമേഷൻ ഓഫ് പൊള്ളൻ ട്യൂബ് അല്ലേ? പൊള്ളൻ ട്യൂബിൻ്റെ ഫോർമേഷന് സഹായിക്കുക എന്നുള്ളതാണ് എന്തിൻ്റെ ഫംഗ്ഷൻ? ജേം പോറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി എക്സൈനകത്തായിട്ട് കാണുന്ന ഇന്നർ ലെയറിന് പറയുന്ന പേരെന്തായിരുന്നു? ഇൻഡൈൻ അല്ലേ? ഇൻഡൈൻ. അപ്പോൾ ഇൻഡൈൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു കണ്ടിന്യൂസ് ലെയറാണ്. എക്സൈനെ പോലെ എന്തില്ല? ഇൻ്ററപ്ഷൻസ് ഇല്ല. ഇൻഡൈൻ ഒരു കണ്ടിന്യൂസ് ലെയറാണ്. ഇൻഡൈൻ ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുലോസും പെക്റ്റിനും കൊണ്ടാണ്. ഇൻഡൈൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. ഇനി പൊള്ളൻ ഗ്രെയിന് മച്ചുറാവുമ്പോൾ പൊള്ളൻ ഗ്രെയിനകത്ത് ഒരു അൺഈക്വൽ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും. എങ്ങനത്തെ മൈറ്റോട്ടിക് ഡിവിഷനാണ്? അൺഈക്വൽ മൈറ്റോട്ടിക് ഡിവിഷൻ. നമുക്കറിയാം, മൈറ്റോസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇക്വേഷണൽ ഡിവിഷൻ ആണ് അല്ലേ? 2 മൈറ്റോസിസിൻ്റെ ഫലമായിട്ട് ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2 ഈക്വൽ ആയിട്ടുള്ള സെൽസ് ഒരേ ടൈപ്പ് അല്ലേ? പാരൻറ്റിൻ്റെ അതേ ടൈപ്പ് സെൽസാണ് ഫോം ചെയ്യുക. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? അൺഈക്വൽ മൈറ്റോട്ടിക് ഡിവിഷനാണ്. അതായത് ഇവിടെ ഡിവിഷൻ നടന്നിട്ട് ഫോം ചെയ്യുന്നത് 2 ഡിഫറെൻറ്റ് സൈസിലുള്ള സെൽസാണ്. ഒരു ലാർജ് സെല്ലും ഫോം ചെയ്യും, ഒരു സ്മോൾ സെല്ലും ഫോം ചെയ്യും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? അൺഈക്വൽ മൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലാർജ് സെല്ലിന് പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് സെൽ. സ്മോൾ സെല്ലിന് പറയുന്ന പേരാണ് എന്ത്? ജനറേറ്റീവ് സെൽ. ഈ വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ പ്രത്യേകത അത് ലാർജാണ്. അതിൽ ധാരാളം റിസർവ് ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മാത്രമല്ല അതിലെന്തുണ്ടാവും? ഒരു വലിയ ഇറഗുലർ ഷേപ്പുള്ള ന്യൂക്ലിയസും ഉണ്ടാവും. എന്തൊക്കെയായിരുന്നു? അത് ലാർജാണ്, അതിൽ ധാരാളം റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഉണ്ട്, അതിനകത്ത് ഇറഗുലർ ഷേപ്പിലുള്ളൊരു ന്യൂക്ലിയസും ഉണ്ട്. ഇത് ജനറേറ്റീവ് സെൽ എന്ന് പറയുമ്പോൾ എന്താണ്? അത് ചെറുതാണ്. അത് വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ ഫ്ലോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ അതിലെന്തുണ്ട്? ധാരാളം സൈറ്റോപ്ലാസവും
ന്യൂക്ലിയസും ഉണ്ടാവും. സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും ഉണ്ട്. അപ്പോൾ ജനറേറ്റീവ് സെൽ എന്താണ്? ചെറുതാണ്. അത് വെജിറ്റേറ്റീവ് സെല്ലിൽ സൈറ്റോപ്ലാസിൽ ഫ്ലോട്ട് ചെയ്തിട്ട് കാണുന്നു. അതിനകത്ത് ധാരാളം സൈറ്റോപ്ലാസം ഉണ്ടായിരിക്കും, പിന്നെ ഒരു ന്യൂക്ലിയസും ഉണ്ടായിരിക്കും. അപ്പോൾ പൊള്ളൻ ഗ്രെയിനകത്ത് 2 സെൽസ് അല്ലേ, വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും. ഇത് നമ്മൾ ആൻജിയോസ്പേംസ് എടുക്കുമ്പോൾ 60% ആൻജിയോസ്പേംസിലും പൊള്ളൻ ഗ്രെയിൻസ് ആന്തറിനകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നത് ഈ 2 സെൽഡ് സ്റ്റേജിലാണ്. അതായത് ആന്തറിനകത്ത് നിന്ന് പൊള്ളൻ ഗ്രെയിൻസ് പുറത്തേക്ക് വരുമ്പോൾ ആ പൊള്ളൻ ഗ്രെയിനകത്ത് 2 സെൽസ് ഉണ്ടാവും. അതായത് വലിയ വെജിറ്റേറ്റീവ് സെല്ലും ചെറിയ ജനറേറ്റീവ് സെല്ലും. ബാക്കി 40% ആൻജിയോസ്പേംസിലും ഈ പൊള്ളൻ ഗ്രെയിൻസ് ആന്തറിനകത്ത് നിന്നും പുറത്തേക്ക് വരുന്നത് 3 സെൽഡ് സ്റ്റേജിലാണ്. അപ്പം എങ്ങനെയാണ് 3 സെൽസ് ഉണ്ടാവുന്നത്? നമ്മൾ 2 സെൽസിനെ കുറിച്ചിട്ടല്ലേ പഠിച്ചിട്ടുള്ളൂ. എങ്ങനെയാണ് ഇവിടുന്ന് 3 സെൽസ് വരുന്നത്? അപ്പോൾ ഈ 3 സെൽസ് വരുന്നത് ഈ ജനറേറ്റീവ് സെല്ല് പിന്നീട് ഡിവൈഡ് ചെയ്തിട്ട് അതിന് 2 മെയിൽ ഗാമീറ്റ്സ് ഫോം ചെയ്യും. അപ്പോൾ ഇതിൽ 3 സെല്ലായില്ലേ? ഏതൊക്കെയായി? വെജിറ്റേറ്റീവ് സെല്ലായി, 2 മെയിൽ ഗാമീറ്റ്സ് വരും. അങ്ങനെ 3 സെൽസ് അല്ലേ. അപ്പോൾ 40% ആൻജിയോസ്പേംസിലും പൊള്ളൻ ഗ്രെയിൻസ് ആന്തറിനകത്ത് നിന്നും പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണ്? ഈ 3 സെൽഡ് സ്റ്റേജിലാണ്. 60% ആൻജിയോസ്പേംസിൽ പൊള്ളൻ ഗ്രെയിൻസ് ആന്തറിനകത്ത് നിന്നും പുറത്തേക്ക് വരുന്നത് 2 സെൽഡ് സ്റ്റേജിലാണ്. ഓക്കെ. ഇനി ആന്തറിനകത്ത് നിന്ന് പുറത്തേക്ക് വന്ന പൊള്ളൻ ഗ്രെയിൻ എന്ത് സംഭവിക്കും? പോളിനേഷൻ സംഭവിക്കും അല്ലേ. അതായത് പൊള്ളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യുന്നു? സ്റ്റിഗ്മയിൽ പോയിട്ട് വീഴും. ഓക്കെ. അപ്പോൾ ഈ പൊള്ളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ പോയിട്ട് വീഴുമ്പോൾ അത് ജെർമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പൊള്ളൻ വയബിലിറ്റി ലോസ് ചെയ്യുന്നതിൻ്റെ മുൻപ് എന്ത് ചെയ്തിരിക്കണം? സ്റ്റിഗ്മയിൽ പോയി വീണിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പൊള്ളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിൽ ഗ്രോ ചെയ്യുള്ളൂ. അതേ പൊള്ളൻ വയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താവും? വയബിലിറ്റി എന്ന് പറയുമ്പോൾ പൊള്ളൻ വയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പീരിയഡ് ഫോർ വിച്ച് പൊള്ളൻ റിമെയിൻ ഫങ്ഷണൽ. Then it is the period for which pollen remain functional. It's called pollen viability. അപ്പോൾ പൊള്ളൻ വയബിലിറ്റി പീരീഡ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പൊള്ളൻ ഒരിക്കലും ജെർമിനേറ്റ് ചെയ്യില്ല. അപ്പോൾ വയബിലിറ്റി പീരീഡിനകത്ത് തന്നെ എന്ത് സംഭവിക്കണം? പോളിനേഷൻ നടക്കണം. എങ്കിലേ പൊള്ളൻ ഗ്രെയിൻ എന്ത് ചെയ്യുള്ളൂ? സ്റ്റിഗ്മയിൽ ഗ്രോ ചെയ്യുള്ളൂ. ഇനി വയബിലിറ്റി പീരീഡ് എന്ന് പറയുന്നത് ഒരു സ്പീഷീസിലും എന്താണ്? അത് വേരി ചെയ്യും. ഇപ്പോൾ സിരിയൽസിൻ്റെ ഒക്കെ കേസിൽ റൈസ്, വീറ്റ് പോലെയൊക്കെയുള്ള പ്ലാന്റ്സിൻ്റെ കേസിൽ പൊള്ളൻ വയബിലിറ്റി പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് അബൌട്ട് 30 minutes. ഇനി ചില പ്ലാന്റ്സിൽ ലെഗുമിനോസി, അതുപോലെ സൊളാനേസി, ഇപ്പം പഠിച്ചതാണ് അല്ലേ, ലെഗുമിനോസി, സൊളാനേസി ഒക്കെ പറയുന്ന പ്ലാന്റ്സിൽ പൊള്ളൻ വയബിലിറ്റി എന്ന് പറയുന്നത് അത് ഏകദേശം 1 മാസത്തോളം ഒക്കെ എന്തുണ്ടാവും? പൊള്ളൻ വയബിൾ ആയിരിക്കും. ഓക്കെ. ഇപ്പോൾ പൊള്ളൻ വയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ പീരിയഡ് ഫോർ വിച്ച് പൊള്ളൻ റിമെയിൻ ഫങ്ഷണൽ. ഓക്കെ. ഇനി ഈ പൊള്ളൻ ഗ്രെയിൻസിനെ കൊണ്ട് എന്തുണ്ട്? ധാരാളം ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താണ്? പൊള്ളൻ ഗ്രെയിൻസിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് അല്ലേ. വെജിറ്റേറ്റീവ്സ് എല്ലാം എന്താണ്? ഇറ്റ് ഈസ് റിച്ച് വിത്ത് ന്യൂട്രിയൻസ്. അപ്പോൾ പൊള്ളൻ ഗ്രെയിൻസിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പൊള്ളൻ ഗ്രെയിൻസ് എന്തായിട്ട് ഉപയോഗിക്കാൻ പറ്റും? ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ പൊള്ളൻ ഗ്രെയിൻസ് ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ സിറപ്സ്. അപ്പോൾ ഈ ടാബ്ലറ്റ്സും സിറപ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അത്ലറ്റ്സ് അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ മാർക്കറ്റിൽ എന്ത് ചെയ്യാറുണ്ട്? മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? വാങ്ങിക്കാൻ കിട്ടും പൊള്ളൻ ടാബ്ലറ്റ്സും സിറപ്സും ഒക്കെ. ഓക്കെ. ഇനി നമുക്ക് പൊള്ളൻ ഗ്രെയിൻസിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് കാലം പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ പൊള്ളൻ ഗ്രെയിൻസിനെ പ്രിസർവ് ചെയ്ത് വെക്കുക? നിങ്ങൾ സീഡ് ബാങ്ക് ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇല്ല, കേട്ടില്ലേ? സെമൻ ബാങ്ക്, സീഡ് ബാങ്ക് ഒക്കെ കേട്ടില്ലേ? എങ്ങനെയാണ് നമ്മൾ പൊള്ളൻ ഗ്രെയിൻസിനെ പ്രിസർവ് ചെയ്ത് വെക്കുക? പൊള്ളൻ ഗ്രെയിൻസ് നമ്മൾ പ്രിസർവ് ചെയ്യുന്നത് ലിക്വിഡ് നൈട്രജനിൽ. എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? -196 ഡിഗ്രി സെൽഷ്യസിൽ. അപ്പോൾ പൊള്ളൻ ഗ്രെയിൻസിനെ ലിക്വിഡ് നൈട്രജനിൽ -196 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഇട്ട് വെച്ചാൽ പൊള്ളൻ ഗ്രെയിൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ധാരാളം ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അങ്ങനെ ഒരു പൊള്ളൻ ബാങ്ക് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഇങ്ങനെ സീഡായാലും അല്ലെങ്കിൽ സെമനായാലും പൊള്ളൻ ഗ്രെയിൻസ് ആയാലും ഇങ്ങനെ ലിക്വിഡ് നൈട്രജനിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണെന്ത്? ക്രയോ പ്രിസർവേഷൻ. ക്രയോ പ്രിസർവേഷൻ.
പൊള്ളൻ ഗ്രെയിൻസിനെ കൊണ്ട് ഉപകാരം മാത്രമല്ല, എന്തുണ്ട്, ഉപദ്രവമുണ്ട്. ചില പൊള്ളൻ ഗ്രെയിൻസ്, അതായത് ക്യാരറ്റ് ഗ്രാസ് എന്ന് പറയുമ്പോൾ പാർത്തേനിയം സ്പീഷീസ്, കമ്പോസിറ്റ് ഫാമിലി ലിവിഡൻ പ്ലാന്റ് ആണെന്ന് പാർത്തേനിയം. ഈ പാർത്തേനിയം സ്പീഷീസിൻ്റെ പൊള്ളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് ഇക്കോസ് അലർജിക് റെസ്പോൺസസ്. ചില ആളുകൾ എന്തുണ്ടാക്കും, ആസ്മ, ബ്രോങ്കൈറ്റിസ് പോലെയുള്ള അലർജിക് റെസ്പോൺസസിന് കാരണമാകും. അപ്പോൾ ഇങ്ങനെ പൊള്ളൻ ഗ്രെയിൻസ് മൂലം ഉണ്ടാകുന്ന അലർജിക്ക് പറയുന്ന പേരാണെന്ത്, പൊള്ളൻ അലർജി. പൊള്ളൻ അലർജി നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചേ? പൊള്ളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ പഠിച്ചു അല്ലേ? പൊള്ളൻ ഗ്രെയിൻ 2 wall ലേയേഴ്സ് ഉണ്ട്, എക്സൈൻ, ഇൻഡൈൻ, പ്ലാസ്മ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ് അല്ലേ? എക്സൈൻ ഉണ്ടാക്കിയിട്ടുള്ളത് സ്പോറോപൊള്ളനും കൊണ്ട്, ഇൻഡൈൻ ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുലോസും പെക്റ്റിനും കൊണ്ട്. ഓക്കെ, മച്ചർ പൊള്ളൻ ഗ്രെയിനകത്ത് എന്ത് സംഭവിക്കും? അണീക്കൽ മൈറ്റോസിസ്, അതിന് ഫലമായിട്ട് ലാർജ് വെജിറ്റേറ്റീവ് സെൽ, സ്മോൾ ജനറേറ്റീവ് സെൽ. പൊള്ളൻ ഡിസ്പേഴ്സ് ചെയ്യുന്നത് എങ്ങനെയാവാം? 2 സെൽഡ് സ്റ്റേജിലാവാം, അല്ലെങ്കിൽ 3 സെൽഡ് സ്റ്റേജിലാവാം. 3 സെൽഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതിൽ വെജിറ്റേറ്റീവ് സെൽ ഉണ്ടാവും, ജനറേറ്റീവ് സെൽ ഡിവൈഡ് ചെയ്തിട്ടുള്ള 2 മെയിൻ ഗാമീറ്റ്സും ഉണ്ടാവും. ഓക്കെ, പൊള്ളൻ ഗ്രെയിൻസ് ഇതിൻ്റെ വയബിലിറ്റി, പൊള്ളൻ വയബിലിറ്റി അല്ലേ? പൊള്ളൻ വയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഇസ് ദ പീരിയഡ് ഫോർ വിച്ച് പൊള്ളൻ റിമെയിൻ ഫങ്ഷണൽ. പിന്നെ പൊള്ളൻ ഗ്രെയിനിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലേ? പൊള്ളൻ ഗ്രെയിൻ എന്ത് ചെയ്യുന്നു? ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ പൊള്ളൻ അലർജി. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത് അല്ലേ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ.